റിയാസ് മൗലവി കേസിൽ സർക്കാർ സ്വീകരിച്ചത് ശക്തമായ നിലപാട്. അതിവേഗം കുറ്റപത്രം സമർപ്പിച്ച 7 വർഷക്കാലം പ്രതികൾക്ക് ജാമ്യമില്ലാതെ ജയിലിൽ കഴിയേണ്ടി വന്നു. ശിക്ഷ ഉറപ്പിക്കാൻ ശാസ്ത്രീയ തെളിവുകളടക്കം സമർപ്പിച്ചുവെങ്കിലും ദൗർഭാഗ്യകരമായ വിധിയാണുണ്ടായത്. വിധിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കും. സിജു കണ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിജു, വിധി വന്നതിന് പിന്നാലെ എം വി ഗോവിന്ദ മാസ്റ്റർ ഇത് പ്രത്യേകം പറഞ്ഞതാണ്, ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം നടന്നത്. എത്രയും വേഗം സർക്കാർ അപ്പീൽ നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നത്. എങ്ങനെയായിരുന്നു ഈ കേസിന്റെ അന്വേഷണ നാൾ വഴികളൊക്കെ തന്നെ ശരിയായ ദിശയിൽ നടക്കുമെന്ന്, എവിടെയാണ് പാളിയത് തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഒരു പൂർണ്ണ വിശദാംശങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്? കീർത്തി, റിയാസ് മൗലവി കേസിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കേസാണ്. കേരളം വളരെയധികം ശ്രദ്ധിച്ച ഒരു കേസാണ്. വർഗീയ കലാപമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു കൊലപാതകമാണ്. കാസർഗോഡ് പഴയചൂരി പള്ളിയിലെ പള്ളിക്കകത്ത് കയറിക്കൊണ്ട്, താമസ സ്ഥലത്ത് കയറിക്കൊണ്ടാണ് കുടക് സ്വദേശിയായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് സർക്കാർ തലത്തിലും അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായത്. 2017 മാർച്ച് 20 പുലർച്ചെയാണ് കൊലപാതകം നടക്കുന്നത്. കൊലപാതകത്തിന് പിന്നാലെ വലിയ ചർച്ചയായി ഈ വിഷയം മാറി. ഉടൻ തന്നെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഈ അന്വേഷണ സംഘം സംഭവം നടന്ന മൂന്നാം ദിവസം തന്നെ RSSകാരായ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്, ഈ കൊലപാതകത്തിൻ്റെ ലക്ഷ്യം വർഗീയ സംഘർഷമുണ്ടാക്കുക എന്ന തരത്തിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്ന് ആ വകുപ്പ് ഇതിൽ ചുമത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തി. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. സാധാരണ നിലയിൽ കാലതാമസം ചില കേസുകളിൽ കാലതാമസം ഉണ്ടാകാറുണ്ട്. എന്നാൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കേസിൽ സർക്കാർ ഇടപെടലുണ്ടായത്, ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടലുണ്ടായത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 85-ാം ദിവസം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തെളിവുകളും അതോടൊപ്പം തന്നെ സാക്ഷികളെയും എല്ലാം ശേഖരിക്കുകയും സാക്ഷികളെയും എല്ലാം കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഹൈക്കോടതിയിലടക്കം പോയി പ്രതികൾ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും സർക്കാർ അവിടെയും വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് നടത്തിയത്. വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾ പുറത്തിറങ്ങിയാൽ വലിയ തരത്തിലുള്ള സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടാകും, വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ശക്തമായ നിലപാട് സർക്കാർ അവിടെ കോടതിയിൽ സ്വീകരിച്ചു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത്, ഈ കുടുംബത്തിൻ്റെയും ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ചു എന്നുള്ളതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെട്ടതിനനുസരിച്ചുകൊണ്ട് അശോകൻ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ചാണ് കേസ് പിന്നീട് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കേസിലാണെങ്കിൽ 97 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാക്ഷികളിൽ ഒരാളും അന്തിമ വിചാരണ വരെ കൂറുമാറിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട രേഖകൾ പരിശോധിച്ചു. സാഹചര്യ തെളിവുകളായിരുന്നു വളരെ പ്രധാനം. ഈ സാഹചര്യ തെളിവുകൾ ഇന്നലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ ഈ കേസിൻ്റെ വിധി വന്നതിന് പിന്നാലെ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഇത്തരം കേസുകളിൽ ഇങ്ങനെ ഒരു ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ പ്രതികളെ വെറുതെ വിടുന്നത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിൽ തന്നെ ആദ്യമായാണെന്നാണ് പറയുന്നത്. കാരണം 100ഓളം സാഹചര്യ തെളിവുകൾ ഈ കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നതിനും അത് സമർത്ഥിക്കുന്നതിനും പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയ തെളിവുകളുണ്ട്. DNA പരിശോധനാ ഫലം, ഒന്നാം പ്രതിയുടെ DNAയും ഈ റിയാസ് മൗലവിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ DNA ഒരുപോലെയായിരുന്നു. അതോടൊപ്പം തന്നെ രക്തക്കറ, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. അത്തരം ശാസ്ത്രീയ തെളിവുകൾ നൽകാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിരുന്നു. ഇങ്ങനെ 100ഓളം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രോസിക്യൂഷൻ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അന്വേഷണ സംഘവും വളരെയധികം ആത്മവിശ്വാസത്തിലായിരുന്നു. അന്ന് SP ആയിരുന്ന ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം, മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കേസിൻ്റെ വിധിയെ കാത്തിരുന്നത്. പക്ഷേ മറ്റൊരു തരത്തിലാണ് വിധിയുണ്ടായത്. വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഉണ്ടായത്. ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട ഒരു നിരാശ പങ്കുവെക്കുമ്പോഴും ഈ റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങളും ഭാര്യയും അതോടൊപ്പം തന്നെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ കോടതിയിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും
ഒരിക്കൽ പോലും ആ പ്രോസിക്യൂഷൻ്റെയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെയോ പ്രവർത്തനത്തിൽ ഒരു നിരാശ രേഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പോരാ എന്ന് പറയുന്നില്ല. ഇന്നലെ വിധിക്ക് പിന്നാലെ പറഞ്ഞത് വേദനാജനകമായ ഒരു വിധിയാണ് ഉണ്ടായത്. പക്ഷേ പ്രോസിക്യൂഷൻ വളരെ മികച്ച രീതിയിൽ ഇടപെട്ടു, സർക്കാർ തലത്തിൽ മികച്ച രീതിയിൽ ഇടപെട്ടു, ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ ഹാരിസ് അച്ചൂരിയാണ്. അദ്ദേഹം ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ ആളാണ്. അദ്ദേഹം തന്നെ ഇക്കാര്യം തുറന്ന് പറയുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രോസിക്യൂഷനുമായി ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചത്. ഏതായാലും ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന തരത്തിൽ 7 വർഷവും 7 ദിവസവും ജയിലിൽ കഴിയുന്ന തരത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട്, സമാനതകളില്ലാത്ത രീതിയിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡ് പല ഘട്ടങ്ങളിലായി ഈ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വൈകാരികമായ ഒരു അന്തരീക്ഷം കാസർഗോഡ് ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. രാഷ്ട്രീയ നേതൃത്വങ്ങളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഇക്കാര്യത്തിൽ സംസാരിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ സർക്കാർ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവത്തിന് ശേഷം കാസർഗോഡ് ഇത്തരം സംഭവങ്ങൾ ഇതുവരെ ആവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ ഒരു ഇടപെടലിൻ്റെ മികവാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ സർക്കാർ സ്വീകരിച്ച വളരെ ശ്രദ്ധേയമായ ഇടപെടലിൻ്റെ ഒരു ഗുണപരമായ വശമാണ് എന്നുള്ളതാണ്. ഏതായാലും മികച്ച ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ, പ്രോസിക്യൂഷൻ തലത്തിൽ, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ദൗർഭാഗ്യകരമായ ഒരു വിധി, ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റിയാസ് മൗലവിയുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചില്ല, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ പരിശോധിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മറ്റ് DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിധിയിൽ പറയുന്നില്ല. രക്തക്കറ ഉൾപ്പെടെയുള്ള വളരെ ശാസ്ത്രീയമായ തെളിവുകൾ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിധിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ലഭിച്ചതിന് ശേഷം വിശദമായി പരിശോധിച്ചു വരികയാണ്. അടിയന്തരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഇക്കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ തന്നെ പറഞ്ഞു, സർക്കാർ തലത്തിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലുണ്ടാകും, അപ്പീൽ പോകും, വളരെ മികച്ച അന്വേഷണമാണ് നടത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികരണങ്ങളുടെ പശ്ചാത്തലം സർക്കാർ തലത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കീർത്തി, ശരി, വ്യക്തമാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.